നിങ്ങൾ മനസ്സിലാക്കണം, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോഴിക്കോട് ജിഫ്രി ഹൗസിൽ ഇരിക്കുമ്പോൾ അവിടെയുള്ള ഒരു കാരണവർ എന്നോട് പറഞ്ഞു, കോഴിക്കോട് കോർപ്പറേഷനിൽ 300 പള്ളിയുണ്ട് തോന്നുന്നു. ഞാനൊരു അത്ഭുതത്തിൻ്റെ ഒരു നോട്ടം നോക്കി, വിശ്വസിക്കാൻ കഴിയാത്ത നോട്ടം. ആ നോട്ടം കണ്ട എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു. അതേ സംശയമുണ്ട്, എൻ്റെ വീട് കോഴിക്കോട് കടലുണ്ടിയാണ്, എന്നോട് ഇതുമാതിരി പറയരുതെന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം ഞങ്ങൾ എണ്ണിക്കോളി നിറഞ്ഞി ജിഫ്രി ഹൗസിൽ ഒരു പള്ളി കാണിച്ചു. തൊട്ട് പടിഞ്ഞാറെ ചുമരിൽ കുത്തുബുസ്സമാം മമ്പറന്തങ്ങളുടെ മകളും മരുമകന്റെയും മക്ബർ ഉൾക്കൊള്ളുന്ന ഒരു പള്ളി. തൊട്ട് കിഴക്കേ ചുമരില് അവിടുത്തെ വിമാനത്തിൽ ഒരു പറമ്പിനോട് ചേർന്നുകൊണ്ടാണ് 3 പള്ളി. ഞാനതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പഴയ കാലത്ത് ഓരോ മുഅ്മിനും ഓരോ പള്ളി നിർമ്മിക്കുക എന്നത് പല കാരണങ്ങൾ. ഒന്ന്, പ്രായാധിക്യം വരുന്ന സമയത്ത് അവർക്ക് കിലോമീറ്ററുകളോ അല്ലെങ്കിൽ മീറ്ററുകൾ നടക്കാൻ കഴിയില്ല. വീട്ടു വളപ്പിൽ ഒരു പള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഒരൊറ്റ ജമാഅത്ത് ഒഴിവാകരുത് എന്ന നിർബന്ധം. രണ്ടാമത്തത്, സദാസമയത്തും എഴുത്തിക്കാഫിരിക്കുക എന്നത്. മൂന്നാമത്തത്, പള്ളിയിൽ എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക എന്നത്. നാലാമത്തത്, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ മിത്ലഹു ഫിൽ ജന്ന. അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യം വെച്ചൊരു ഭവനം പടുത്തുയർത്തിയാൽ സ്വർഗത്തിലൊരു ഭവനം പടുത്തുയർത്തും എന്നത്. 4. ഇനി ഇതല്ലാത്തൊരർത്ഥം നമുക്കുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അത് ചെറിയ അർത്ഥമൊന്നുമല്ല. എപ്പോഴും നമ്മൾ പേടിക്കേണ്ടതാണ് ഈമാൻ ചോർന്നു പോകുമോ ഇല്ലയെന്ന്. ഒരു 10 കൊല്ലം മുമ്പുള്ള ഏത് ദുആ സമ്മേളനങ്ങൾ എടുത്ത് നോക്കിയാലും എല്ലാവരും സംഭാവന ഈമാൻ സലാമത്താകാൻ ഈമാൻ സലാമത്താകാൻ. ഇപ്പൊ ഒറ്റ എഴുതാറുണ്ട്, ആലോചിച്ച് നോക്കുക. മഹാന ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, വഖാല ഇബ്നു അബി മുലൈക അദ്റക്തു മിനസ് സ്വഹാബ 30 കുല്ലുഹും കാനൂ യഖാഫൂന നിഫാഖ്. 30ഓളം സ്വഹാബിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആര് സ്വഹാബത്ത്? എല്ലാവരും ഈമാന്റെ കാര്യത്തിൽ പേടിയാണ്. സ്വഹീഹുൽ ബുഖാരി കാണാം, ഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാ ഖാഫഹു ഇല്ലാ മുഅ്മിൻ വമാ അമിനഹു ഇല്ലാ മുനാഫിഖ്. ഈമാൻ ഉണ്ട്, അതിലൊന്നും ഞാൻ പറഞ്ഞേ അങ്ങനെ പറയുന്നവൻ മുനാഫിക്കാണ്. അതേ സ്ഥാനത്ത് എൻ്റെ ഈമാൻ വല്ല കോട്ടും എപ്പോഴും ആശങ്കയിലുള്ളവൻ അവരാണ് സാക്ഷാൽ എന്നല്ല. മഹാനായ മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങളും അവിടുത്തെ ശിഷ്യന്മാരും നടക്കുമ്പോൾ പറയാണ്, അൻതുമുൽ ഹവാരിയൂന തഖാഫൂനൽ മആസിയ നഹ്നു മഅശറൽ അംബിയ നഖാഫുൽ കുഫ്ര. എല്ലയോ എൻ്റെ അരുമ ശിഷ്യന്മാർ, നിങ്ങൾക്ക് വല്ല ഹറാമും കണ്ടോ, ഹറാമ് കേട്ടോ, പറഞ്ഞോ, എന്തല്ലേ നിങ്ങളുടെ പേടി? എന്നാൽ ഞങ്ങൾ ആരാണ്? ഞങ്ങൾ ഔലിയാക്കളല്ല, ആരിഫീങ്ങളല്ല. 1,24,000 പരം അമ്പിയാക്കൾ, ഏറ്റവും അത്യുത്തമര 313 മുർസലുകൾ. ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ഏറ്റവും ഉത്കൃഷ്ടരായ 25 അമ്പിയാ മുർസലുകൾ. ലോകരന്ത കോടി ജനങ്ങൾ ഏറ്റവും മഹത്തുക്കളായ 5 ഉല്ലസ്മുകൾപ്പെട്ട മസീഹുല്ലാഹി ഈസാ സത്തുങ്ങളാ പറഞ്ഞേ, നഹ്നു നഖാഫുൽ കുഫ്ര. ഞങ്ങൾ പേടിക്കുന്ന പടച്ചവനെ ഈമാൻ ചോർന്നു പോകുമോ? അപ്പൊ ഈമാൻ ചോർന്നു പോകാതിരിക്കാൻ ഏറ്റവും നല്ല ഒന്നാണ് ഒരു പള്ളി നിർമ്മിക്കുക എന്നത്. പള്ളി സ്വന്തമായി നിർമ്മിക്കാൻ കഴിയാത്തവന് ഒരു നിർമ്മാണത്തിൽ ഭാഗധേയത്വം. അത് ഇഷ്ടം പോലെ പള്ളിയുണ്ട്, പക്ഷേ കൂടുതൽ ദിക്ർ ചൊല്ലുന്ന പള്ളി, കൂടുതൽ ആളുകൾ നിസ്കരിക്കുന്ന പള്ളി, ഔലിയാക്കൾ ആരിഫീങ്ങൾ കൂടുതൽ കൂടുന്ന പള്ളി, ആ പള്ളിക്ക് കൂടുതൽ കൂടുതൽ കൂലികൾ കൂടി വരും. ഇങ്ങനെ കേരളത്തിൽ അനന്തകോടി ദിക്ർ ചൊല്ലിയ പള്ളി നിങ്ങൾക്ക് വേറെ കാണിക്കാൻ കഴിയുമോ? ഇത്രമാത്രം 27-ാം രാവില്, അതുപോലെ തന്നെ മേറാജ് രാവില്, അതുപോലെ തന്നെ അറഫയില്, അതുപോലെ തന്നെ റമദാൻ, ഓരോ രാവിലും എത്ര സൂചി കുത്താൻ ഇടമില്ലാത്ത ഇൻഷാ അല്ലാഹ് ഓരോ സഹോദരൻ. അപ്പോ അല്ലാഹു തആലക്ക് ഭവനം അവർക്ക് നിർമ്മിച്ചാൽ പിന്നെ അത് ബ്ലോക്കാക്കാൻ ആർക്കും കഴിയും? അതിലേക്ക് കടക്കണമെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ അല്ലേ ഈമാൻ കിട്ടി മരിക്കുക എന്നുള്ളത്. അപ്പൊ ഈമാൻ കിട്ടി മരിക്കുമെന്നത്. അപ്പൊ ഒരു പള്ളി സ്വന്തമായി നിർമ്മിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ നിർമ്മാണത്തിൽ ഭാഗധേയത്വം വരിക എന്ന് ധാരാളം മുഫസ്സിറുകൾ
ധാരാളം കിതാബ് ഉദ്ധരണികൾ എൻ്റെ കൈവശമുണ്ട്. സമയക്കുറവ് കൊണ്ട് മാത്രമാണ് പറയാതിരിക്കുന്നത്. അപ്പം ഇവിടെ കൂടിയ ഓരോരുത്തരും അടുത്ത 20-ാം തീയതി ആകുമ്പോഴേക്ക് എൻ്റെ വാപ്പയുടെ പേരിൽ, എൻ്റെ ഉമ്മ